जुगनू रे जुगनू रे जुगनू रे जुगनू मारी पास आवरे जुगनू അത് കലക്കി. That was nice. കൊച്ചുണ്ടപ്പിനെ ഒറ്റയടിക്ക് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ല. ബുദ്ധിയില്ലെങ്കിൽ എനിക്ക് അഭിനയിക്കാറിയാൻ ബൈക്കൊക്കെ കൊണ്ടുവന്ന ഞാനാ. എത്രയോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോ ഒക്കെ പഠിക്കുമ്പോൾ ഉള്ളൊരു മൂവിയാണ്. ധനുഷിന്റെ കഥ, ദുൽഖറിന്റെ കഥയൊക്കെ പറയുന്നുണ്ട്. കൊള്ളാം, ഇപ്പൊ കൊള്ളാം. मुझे भूख लगी आई कि खा दिला दो സമയമില്ല. ഹായ്, ഹലോ, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. റോഷ്നി, Yeah. ഓണക്കാലമാണ്, അടിച്ചുപൊളിയുടെ കാലമാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഓണത്തിന്റെ കാലം പറയുമ്പോൾ ആ സമയത്ത് നമ്മളെല്ലാവരും ടി വി വെച്ചിട്ട് ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്നിട്ട് മിനി സ്ക്രീനിൽ ആദ്യമായി ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം എന്ന് പറഞ്ഞിട്ട് തിരുവോണ ദിവസവും അവിട്ടം ദിനത്തിലും ചതയം ദിനത്തിലൊക്കെ നമ്മൾ ഓരോ സിനിമകൾ ഇരുന്ന് കാണും. ആ സമയത്ത് സിനിമകളിൽ നമ്മുടെ മമ്മൂക്കാടെയും ലാലേട്ടന്റെയും സുരേഷേട്ടന്റെയും ജയറാമേട്ടന്റെ ഒക്കെ കൂടെ അഭിനയിച്ച് നമ്മളെയൊക്കെ അസൂയപ്പെടുത്തിയ അന്ന് അവര് കുട്ടികള്, നമ്മളും കുട്ടികള്. അതെ. പക്ഷെ നമ്മൾ അന്നത് കാണുമ്പോ ഷേടാ സിനിമയിൽ അഭിനയിക്കുന്നടാ, അതാണ് അതൊരു സ്വപ്നല്ലേ അതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത് അന്ന് അങ്ങനെ അഭിനയിച്ച് നമ്മളെയൊക്കെ ഞെട്ടിച്ച് നമ്മളെയൊക്കെ അസൂയപ്പെടുത്തിയ സൂപ്പർ താര ചിത്രങ്ങളിലൂടെ മലയാള സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന ചില അന്നത്തെ കുട്ടിത്താരങ്ങൾ. പക്ഷെ ഇന്നവർ വലിയവരായോ എന്നറിയാൻ വളർന്നോ? യെസ്, ചില സൂപ്പർ താരങ്ങളെയാണ് നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വിളിക്കാൻ പോകുന്നത്. അപ്പോൾ നന്ദില ജിമാർട്ട് പ്രസൻസ് റിപ്പോർട്ടർ ഫിലിംസ് ജസ്റ്റ് ഒന്ന് വളർന്നു. യെസ്. അപ്പൊ ഈ ജസ്റ്റ് ഒന്ന് വളർന്നു എന്നുള്ള ട്രെൻഡ് സമൂഹ മാധ്യമങ്ങളിലും ഭയങ്കര ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയണം ആരൊക്കെ വളർന്നു എന്ന്. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, നമ്മളിവിടെ വിളിക്കാൻ പോകുന്ന ആളുകളെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഹൃദയത്തിൽ കൂടുകൂട്ടിയിട്ടുള്ള ആളുകളാണ്. ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, അവരെല്ലാവരും ജസ്റ്റ് ഒന്ന് വളർന്നിട്ടുണ്ട്. പക്ഷെ അവരാരൊക്കെയാണ്, എന്തൊക്കെയാണ്, ഇപ്പൊ എവിടെയാണ്, എല്ലാം നമുക്കറിയണം. കാഴ്ച എന്ന് പറയുന്ന മലയാള സിനിമ കണ്ട് കരയാത്ത മലയാളികൾ ആരുമില്ല. അപ്പൊ അങ്ങനെ നമ്മളെ അന്ന് കരയിപ്പിച്ച് നമ്മുടെ കൊച്ചുണ്ടാപ്രിയ മിടുമിടുക്കനെയാണ് ഇപ്പോൾ ഈ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട യാഷ്, സ്വാഗതം. ജസ്റ്റ് ഒന്ന് വളർന്നു. എവിടെയോ ഇങ്ങനെ കേറി നിന്നേ ചോദിക്കട്ടെ, ഒന്നുകൂടി നോക്കി അന്തു. വളർന്നു, നന്നായിട്ട് വളർന്നു. അച്ചോടാ, എന്തൊരു ക്യൂട്ടാ കാണാൻ. പക്ഷെ ഞങ്ങൾ മലയാളികളെല്ലാം ഒരുപാട് കരയിപ്പിച്ചിട്ട് പോയ പോക്കാണ്. ഓരോ കമന്റ്സിലും ഫാൻസ് ഒക്കെ പറയാറുണ്ട് എന്നെ കറുപ്പിച്ചതാണെന്ന്. അപ്പോൾ അതൊരു ടച്ചിങ് മൂമെന്റ് ആയിരുന്നു. എനിക്ക് ഇപ്പോഴും എൻഗേജ്മെന്റ് ഉണ്ട് ഫാൻസ് ആയിട്ട്. അപ്പോൾ ഇറ്റ് ഫീൽ സ്പെഷ്യൽ. യെസ്, നമുക്ക് വിളിക്കാം ധനഞ്ജയ്. യെസ്. ചെറിയ പ്രായമാണെങ്കിൽ നമുക്ക് മമ്മൂക്കയുടെ മോനായിട്ട് സ്പൈക്കൊക്കെ ചെയ്ത് കിടിലൻ ലുക്കിലൊരു പയ്യൻ വരുമ്പോൾ കുറച്ച് അസൂയോടുകൂടി ഞങ്ങളൊക്കെ നോക്കിക്കണ്ട മുതലാണ്. പറഞ്ഞിട്ടുണ്ടോ, ആളുകൾ പറഞ്ഞിട്ടുണ്ടോ അസൂയ ഉണ്ടല്ലേ? അപ്പോൾ സെറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫുൾ അടിച്ചു പൊളിക്കും. അപ്പോൾ ഇരുന്നോളൂ. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ രണ്ടുപേര് വന്നു, അടുത്തയാളെ ഞാൻ വിളിക്കാൻ പോവാണ്. ഒരുപാട് സിനിമകളിൽ സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ച ആ ആളെ നമുക്ക് വിളിക്കാം. അൻസു സ്റ്റീഫൻ, സ്വാഗതം. വെൽക്കം. ഒരുപാട് ഓർമ്മകൾ പറയാനുണ്ട്. അൻസുവും ജസ്റ്റ് ഒന്ന് വളർന്നു. അതെ, ട്രെൻഡ് നിങ്ങളെല്ലാരും കൂടിയിട്ടാണ് അതൊരു ട്രെൻഡ് ആക്കിയതല്ലേ? കണ്ടു, അപ്പോൾ എനിക്കും ചെയ്യാൻ തോന്നി. കുറേ നാൾ പെൻഡിങ് ആയിട്ട് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. വീഡിയോ വൈറലായി. വീഡിയോ അത്യാവശ്യം കുറെ ആളുകൾ കണ്ടു. അപ്പൊ അന്നത്തെ കുറെ ഓർമ്മകൾ നമുക്ക് പറയാനുണ്ട്, ഇപ്പോഴത്തെ കുറെ വിശേഷങ്ങളും പറയാനുണ്ട്. എല്ലാം കുറച്ച് കഴിഞ്ഞ് അപ്പൊ നമുക്ക് ഇരിക്കാം. അന്തോ, ഓ, ഈ അഭിനയിക്കുക എന്നുള്ളത് മാത്രമല്ല, കുട്ടിക്കാലത്ത് അഭിനയിക്കുന്നു, അതിൽ ആദ്യ സിനിമയ്ക്ക് തന്നെ ഒരു നാഷണൽ അവാർഡ് സ്വപ്നം കാണാൻ പറ്റുമോ? ഏതൊരു താരവും ആഗ്രഹിക്കുന്നതാണ് അവാർഡുകൾ. അതിൽ സംസ്ഥാന അവാർഡ്, നാഷണൽ അവാർഡ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യ സിനിമയിൽ, അതും കുട്ടിക്കാലത്ത് ചില്ലറക്കാരിയല്ല. അയ്യോ, അങ്ങനെ ഒരാളുണ്ട്. അതേ സിനിമയാണ്. അങ്ങനെ ഒരാളെ വിളിക്കാൻ പോകുന്നത്. ഒരുപാട് സിനിമകളുണ്ട് അല്ലെ, പേര് ഞാൻ പറയാം. മിനോൺ എന്നാണ് പേര്. ആ മുഖം മലയാളികൾക്ക് പരിചയമുള്ളതാണ്. ഒരുപാട് സിനിമകൾ. നമുക്ക് പുള്ളിക്കാരനോട് തന്നെ ചോദിക്കാം. ഇതൊക്കെ എങ്ങനെ സാധിച്ചു? ഇതൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ, ആദ്യ സിനിമയിൽ തന്നെ പ്രതീക്ഷിച്ചിരുന്നോ നാഷണൽ അവാർഡ്?
പ്രതീക്ഷിക്കാനുള്ള ഒരു പ്രായം ആയിട്ടില്ലായിരുന്നു. ആയിട്ടില്ല. എത്ര വയസ്സുണ്ടായിരുന്നു അന്ന് ആ സമയത്ത്? 11-12 വയസ്സുണ്ടാവും. 11ാം വയസ്സിൽ നാഷണൽ അവാർഡ്. അതും ആലോചിച്ച് നോക്കി, ആ പ്രായത്തിൽ നല്ല ആഴമുള്ള റോളുകളാണ് ചെയ്തത്. കരുത്തുറ്റ കഥാപാത്രങ്ങൾ. അപ്പോൾ മലയാള ഒരുപാട് പറയാനുണ്ട് നമുക്ക് അല്ലേ? ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാണ്. സത്യം. പക്ഷെ എല്ലാം ഇപ്പോഴേ പറഞ്ഞു തീർക്കണ്ട, ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇരുന്നോ, ചില കഥാപാത്രങ്ങൾ. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ, ആ സിനിമയിലെ മനോഹരമായ നമുക്ക് ക്യൂട്ട്. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് അതില് നായകന്റെ അതേ മുഖഛായുള്ള ബാലതാരമായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് എത്ര ക്യൂട്ടാണ് ഈ പയ്യനും തോന്നിയില്ലേ? തോന്നിയോ? അപ്പൊ അത് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ആ മുഖം ഒന്ന് ഓർക്കണമല്ലോ. അതെ. കള്ളച്ചിരി ഉണ്ടല്ലോ മൂത്ത് തോന്നാണ് ഒരു കളർ. ആ മുഖഛായ ഒന്നും മാറിയിട്ടില്ല അല്ലേ? ഇല്ല, അതേ ക്യൂട്ട്നെസ്. അതെ, ക്യൂട്ടാണല്ലേ, അന്നൊന്നും ക്യൂട്ടാണ്. അപ്പൊ നമ്മൾ ഇനി ഓണവിശേഷങ്ങളാണ്, ഒരുപാട് വിശേഷങ്ങൾ, പഴയ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ, ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എല്ലാം പറയാനുണ്ട്. ഉറപ്പായിട്ടും. അപ്പൊ ഇരുന്നോളൂ. താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇനി ആരാണ്? തീരുന്നില്ല. സ്വാഗതം ചെയ്യാം ഇവ. ആളുകൾ ഇപ്പൊ കണ്ട് മനസ്സിലാക്കാറുണ്ടോ ഇന്നുപോലെ അന്നത്തെ ആളല്ലേ? മമ്മൂക്കയുടെയും പൃഥ്വിരാജേട്ടന്റെ ഒക്കെ കൂടെ കൈപിടിച്ച് മലയാള സിനിമയിലേക്ക് വന്നു. നമുക്കറിയണം. അതെ, ഒരുപാട് വിശേഷങ്ങൾ അറിയണം. അപ്പോ നമുക്ക് കിടക്കാം. ഓണം മൂടാണ്, ഓണമാണ്, ആഘോഷമാണ്. അപ്പൊ ഇരിക്കാം. ഹാപ്പി ഓണം. ഒരാൾ കൂടിയുണ്ട്. അപ്പോ ആരാണ്? പേര് പറഞ്ഞോളൂ. പ്രജ്വൽ. വർഷം, സ്പിരിറ്റ്, കൂടെ അങ്ങനെ ഹിറ്റ് സിനിമകളുടെ ഭാഗമായ കുഞ്ഞു പ്രായത്തിലെ തന്നെ വലിയ കഥാപാത്രങ്ങൾ അഭിനയിച്ച പ്രജ്വൽ. അപ്പൊ ഇരിക്കൂ, നമുക്ക് തുടങ്ങാം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. തുടങ്ങിയാലോ? എന്ത് ചെയ്യുന്നു ഇപ്പോ? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടികൾ? ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്യായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ജർമ്മനും കൂടെ ഇങ്ങനെ പഠിക്കുമായിരുന്നു മാസ്റ്റേഴ്സിന് പോകാനുള്ള കാര്യങ്ങളായിട്ട്. അതിൻ്റെ ഇടയിൽ ഓഡീഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സോ കൊച്ചിയിൽ ഇപ്പോൾ ഓഡീഷൻസ് ഒക്കെ കൊടുത്ത് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു. മമ്മൂക്കയുടെ മകനായിട്ടല്ല, പക്ഷേ മകനോളം മമ്മൂക്കയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ ചെയ്ത ആളാണ് യശ്. എവിടാ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ എവിടാണ് യശ് ഉള്ളത്? ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി ബാങ്കിങ് സെക്ടറിലാണ്. ഇപ്പോൾ ബാംഗ്ലൂരിലാണ് വർക്ക്. കൊച്ചിയിൽ ഫാമിലിയൊക്കെ കൊച്ചിയിലാണ്. അപ്പോൾ വീക്കെൻഡ്സ് ഫാമിലിനെ കാണാൻ വരും. മലയാളി അല്ലാട്ടോ, അറിയാലോ അല്ലേ? ഗുജറാത്ത് അല്ലേ സ്ഥലം? അല്ല, ഞാൻ ജനിച്ചതൊക്കെ ഇവിടെ തന്നെയാണ്, പക്ഷെ ഗുജറാത്തിയാണ്. ഗുജറാത്തിയാണ്, പക്ഷെ ജനിച്ചത് ഇവിടെയാണ്. ആൻസു സ്റ്റീഫൻ ഇരിക്കുന്നുണ്ടോ? അന്നത്തെ ആ ഒരു സുന്ദരി കൊച്ച്, അത് സമ്മർ ഇൻ ബത്ലഹേം പോലുള്ള ഒരു സിനിമയിൽ ജയറാമിന് എത്രയോ കസിൻസാ. അതിലൊരു കസിനായിരുന്നു ദേ ആയിരിക്കുന്ന. അന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിരുന്നു ഞാനിത് എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇല്ല, അന്ന് വളരെ ചെറിയ പ്രായമല്ലേ, പക്ഷെ എല്ലാം നല്ല മെമ്മറീസ് ആണ്. അങ്ങനെ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ കൊച്ചി ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാണ്. ആൻഡ് ഒരു യോഗ ഇൻസ്ട്രക്ടർ കൂടെയാണ്. അപ്പൊ ഇനി ഇവ. ഞാൻ ഐ ജസ്റ്റ് ഗ്രാജുവേറ്റഡ് ഫ്രം ബികോം പഠിക്കായിരുന്നു. ഐ ജസ്റ്റ് ഗ്രാജുവേറ്റഡ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയൊരു കരിയർ ആങ്കർ ആണ്. അപ്പോൾ ഞാൻ അതും സൈഡിലൂടെ ചെയ്യുന്നുണ്ട്. വെരി ഹാപ്പി. അപ്പൊ നമുക്ക് നമ്മുടെ മിനോണിലേക്ക് പോവാം അല്ലേ? മിനോൺ ഇപ്പൊ എന്താ ചെയ്യുന്നേ? മിനോൺ നാഷണൽ അവാർഡിനായി ട്രൈ ചെയ്യുന്നു. അടുത്ത നാഷണൽ അവാർഡിനായി അല്ലേ? സിനിമ ചെയ്തോണ്ടിരിക്കുക. സിനിമയുണ്ട്, വരയ്ക്കും, ആർട്ടിസ്റ്റാണ്. ഇപ്പൊ ചത്താപ്പച്ചയിലൊക്കെ അഭിനയിച്ചു. ചത്താപ്പച്ചയായിരുന്നല്ലേ ലാസ്റ്റ്. അത് ഈ പറയുന്ന പോലെ 10 വർഷത്തിന് ശേഷമാണ് മമ്മൂക്കനെ അവിടെ വെച്ച് കാണുന്നത്. ഞാൻ ഇത് പറയുമ്പോൾ ഇങ്ങനെ മനസ്സിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഈ പറയുന്ന പോലെയാ, പുള്ളിക്കൊരു മാറ്റമില്ല. നമ്മളൊക്കെ പെട്ടെന്ന് മാറിയെന്ന് റിയലൈസ് ചെയ്യുന്നത് പുള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് വളർന്നു. മമ്മൂക്ക വളർന്നിട്ടേ ഇല്ല. മമ്മൂക്ക ഇപ്പോഴും പഴയ മമ്മൂക്കായിട്ട് ഒരു 10-20 വർഷം കഴിഞ്ഞാലും മമ്മൂക്ക ജസ്റ്റ് ഒന്ന് വളർന്ന ഒരു സംഭവം ഇല്ല അദ്ദേഹം. അപ്പൊ ഇനി പ്രജ്വൽ, ലാലേട്ടന്റെ മോൻ, ഇപ്പൊ എന്താ ചെയ്യുന്നത്? എവിടെ ഇപ്പോ? ഞാൻ ഒരു 2 സിനിമ അസിസ്റ്റന്റ് ഡയറക്ടർ ഒക്കെ ആയിട്ട് പോയി അങ്ങനെ പോകുന്നു. ഇപ്പോൾ കുറച്ച് പ്രൊഡക്ഷൻ വർക്ക്സ് നോക്കുന്നുണ്ട്. ഏതൊക്കെ സിനിമയിലായിരുന്നു അസിസ്റ്റന്റ് ആയിട്ട്? ഞാൻ വിലായത്ത് ബുദ്ധയിലും പിന്നെ ഇപ്പോൾ ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞ രഞ്ജിത്ത് സാറിന്റെ നമുക്കൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പൊ അങ്ങനെ. എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ BA ഇംഗ്ലീഷ് സ്റ്റുഡന്റ് ആണ്. ഫസ്റ്റ് ഇയർ. കൂട്ടത്തിൽ ചെറിയ ആളാ ആദിഷാണോ? ആദിഷിന് വേണമെങ്കിൽ ഇപ്പോഴും ഒരു കുഞ്ഞു ബാലനായിട്ട് അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഇവര് ഇപ്പൊ ബാലതാരങ്ങളായി അഭിനയിച്ചു. ഇപ്പൊ ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കണം. ഇനി അടുത്ത റോളുകളാണ് വേണ്ടത് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. അതെ, ഉറപ്പായിട്ടും. അങ്ങനെ എനിക്ക് തരണം. ഇപ്പൊ നമ്മുടെ ആദ്യത്തെ ഗെയിം പസിൽ ഗെയിം. യെസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഗെയിം, പസിൽ ഗെയിം. 1 മുതൽ 25 വരെയുള്ള ബോക്സുകൾ നിങ്ങൾക്ക് ഗെയിമിൽ കാണാം. ഓക്കെ, അപ്പൊ നിങ്ങൾ 2 ടീമാണ്. ഓരോ ടീമിനും ഓരോ ബോക്സ് തിരഞ്ഞെടുക്കാം. അത് നിങ്ങൾക്ക് ആലോചിക്കാം. അതിനു മുമ്പ് ടീമിന് പേര് വേണം. പപ്പടം, പായസം, അതിൽ ഏത് വേണം? പപ്പടം, പഴം, പായസം. 3 ഓപ്ഷൻ. ടീം പായസം. അപ്പൊ ടീം പപ്പടം ആദ്യം ഏത് ബോക്സ് വേണം? 10
10 ഔട്ട് ഓഫ് 10. യെസ്, റിമൂവ് ചെയ്യാം ആ 10. മൂലക്കായി പോയല്ലോ 10. ആ അത് മനസ്സിലാവുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഊഹാപോഹം ലഭിക്കുന്നുണ്ടോ? ഒരു തലയാണ്. ഓ, good. അതൊരു തലയാണ്. ഗുഡ്, നന്നായി പറഞ്ഞു താങ്കൾ. താങ്ക് യു. ആരുടെ തലയാണ്? പിന്നെയുണ്ടല്ലോ ബോക്സ്. 14. 14, 14 നമ്പർ ബോക്സ് ഇതാ ഞങ്ങൾ തുറക്കാൻ പോകുന്നത്. അതൊരു കണ്ണാണ്. നീക്കമായിരുന്നു. അതാ ഇവിടെ 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 ഇവയ്ക്ക് ആ മൈക്കൊന്ന് കൊടുക്കാം. ഇവയ്ക്ക് എന്തോ ഒരു സൂചന ലഭിച്ചിട്ടുണ്ട്. ക്ലൂ ഉണ്ടോ? ആ കണ്ണുകൾ ക്ലൂ തരാൻ ഞങ്ങൾക്കറിയണ്ടേ? ഞങ്ങൾക്കറിയില്ല. ഇപ്പൊ ആ മുഖം കുറെ അധികമായിട്ട് കാണുന്നോണ്ടാണെന്ന് അറിയില്ല. ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് മമിത ബൈജു. അമിതാഭ് ബൈജു, ഒരു വലിയ കൈയടി. സൂപ്പർ സൂപ്പർ. അപ്പോ ടീം ഇരിക്കുന്നത് ആർക്കാണ്? പപ്പടവും പായസവും തമ്മിലുള്ള ആദ്യ മത്സരം അവസാനിക്കുമ്പോൾ ടീം പായസത്തിന് ഒരു ഒരു പോയിന്റ്. കൈയടി. അടുത്ത മുഖം വന്നു. 14. 14. 14 ഓപ്പൺ ആയി കൊടുക്കാം. ഇത് കാണുമ്പോ ആ, ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ അപ്പോഴും ഇവയ്ക്ക് എന്തോ ഒരു സൂചന അവിടെ ലഭിക്കുകയാണ്. ഇതൊക്കെ കണ്ണ് കണ്ട് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. കണ്ണ് കണ്ട് മനസ്സിലാക്കുമ്പോൾ ഇവ ഒരു വിനീത് ശ്രീനിവാസൻ യൂണിവേഴ്സിൽപ്പെട്ട ഒരാളാണോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുകയാണ്. ബിഗ് ഫാൻ ആണ്. ഓക്കേ, പറയുക. എന്നാ പറഞ്ഞോളൂ. കണ്ണിലുണ്ടെല്ലാം. കണ്ണിലുണ്ടല്ല, പറഞ്ഞു തെറ്റിക്ക് വേഗം. ഒരാണാണെന്ന് ഉറപ്പിച്ചു അല്ലേ? ആണാണെന്നാണ് ഒരു ഇൻസ്റ്റിങ്ക്ട്. ഞങ്ങൾക്കും അറിയില്ല കേട്ടോ. മിനോൺ, ഗസ് ചെയ്യണം. എനിക്ക് ഒരു ഗസ് കൊടുക്കാൻ ധനഞ്ജയ്, ഒരു സൂചനയില്ല. ഒരു സൈഡ് ആയതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അവർക്ക് ഈ ടീമിലേക്ക് കൊടുക്കാം. ഒരു കാര്യം, ഈ തവണ ആൻസു ഒരു തീരുമാനത്തിലേക്ക് എത്തട്ടെ. തുറന്നോളൂ. നമ്പർ 7. നമ്പർ 7. Seven. ആകാശത്തിരിക്കുന്ന 7 തുറക്കട്ടെ. 7 തുറന്നു. അപ്പോൾ ഗസ് ചെയ്യാം. ഒരു മമ്മൂക്ക ആണോ? മമ്മൂക്ക ആണോ എന്നുള്ള ചോദ്യത്തിന് അല്ല എന്നാണ് ഉത്തരം. So we'll choose 12. 12. 12 നമ്പർ ബോക്സ് തുറന്നാൽ എന്തെങ്കിലും ഒരു സൂചന ലഭിക്കും. No way. Shush. അവർ It was our time of guess. നിങ്ങളുടെ അവസരമാണ്. പിന്നെ നമ്മുടെ അവസരം. ഞങ്ങൾ റഫറിമാർ നിങ്ങളുടെ കൂടെയാണ്. ഞങ്ങൾ ന്യായത്തിനൊപ്പം മാത്രം നിൽക്കും. ആദിഷ്, കള്ളക്കളി ഇവിടെ പറ്റില്ല. നിങ്ങൾ ഉത്തരം പറഞ്ഞു. Game master, ശരിയാണോ? പ്ലീസ് ഓപ്പൺ ദി ബോക്സ്. ഇത് പൃഥ്വിരാജ് ആണെങ്കിൽ തുറന്നു വന്നിരിക്കുന്നു. വീണ്ടും 2 പോയിന്റും കണ്ടി പോയി. ഓക്കേ, അപ്പൊ നമുക്ക് ഗെയിം തീരുന്നില്ല. കട്ട തുറക്കാൻ റെഡിയാണോ? റെഡി. ലോവർ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. 19. 19ലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. 19ലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വേഗം തുറക്കാം. നസ്ലിൻ, തുറക്കൂ സീസേ. ഗെയിം മാസ്റ്റർ തുറക്കൂ. കയ്യടി. സൂപ്പർ. കാരണം ആദ്യത്തെ ബോക്സിൽ തന്നെ തുറന്നു എന്നുള്ളതാണ്. അത് വെൽ നിർണായകമായ ഒരു റൗണ്ടിലേക്ക് നമ്മൾ കിടക്കാം. റോഷൻ, ഈ റൗണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്. അവസാന റൗണ്ട് അല്ല, ഇനി 2 റൗണ്ടും കൂടിയുണ്ട്. പക്ഷെ 4ാമത്തെ റൗണ്ടിൽ ആ ടീം വിജയിച്ചാൽ ഇത് അവസാനത്തെ റൗണ്ടായി മാറും. വിജയികൾ ആരാണ് നമുക്ക് ജയിക്കോ? മനസ്സിലാവും. പിന്നല്ല, അവരോ? അവരല്ല. നിങ്ങള് ശുഭപ്രതീക്ഷ. ആരാദ്യം തുറക്കുന്നു? 12. 12 നമ്പർ ബോക്സ് ആണ് നമ്മൾ തുറക്കാൻ. റോഷ്നി, കുറച്ചുകൂടെ We go with 7. 7. അതായത് മുകളിലേക്കാണ് പോകുന്നത്. 7ലേക്ക്. കണ്ണും കവിളും. അപ്പോൾ ഒരു മനുഷ്യനാണ് നമ്മൾ ഉറപ്പിക്കുന്നു. റജൽ, ബുദ്ധിയാണോ വേണ്ടത്? ഓക്കെ, ഈ പ്രാവശ്യം നമ്മൾ ലേഡി ലക്ക് ആയിട്ട് പോവാ. ലേഡി ലക്ക്. അപ്പൊ ആൻസു പറയൂ, ഏത് തുറക്കണം? ചുമ്മാ ഒരു കറക്കി കുത്താണ്. നമ്പർ 8. നമ്പർ 8 തുറന്നാൽ ആ കണ്ണുകൾ കുറച്ചുകൂടി വിടരും. കണ്ണുകൾ കണ്ടാൽ മനസ്സിലാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പൊ കണ്ണ് ഗസ് പറഞ്ഞു, കുഴപ്പമില്ല. നമ്മുടെ ഗെയിം മാസ്റ്റർ റെഡിയാണ്. എൻ്റെ ഒരു ഗസ് ആണ്. ഐ എം നോട്ട് ഷുവർ. KPSC ലളിത ചേച്ചി ആണോ എന്നുള്ളൊരു ചോദ്യം. നോ. അല്ല, ഗെയിം മാസ്റ്റർ അല്ല എന്ന് നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞു. അല്ല. 14. 14 തന്നെ തുറക്കണേ ഗെയിം മാസ്റ്ററെ. നേരത്തെ 8 പറഞ്ഞപ്പോ 5 തുറന്നു ഗെയിം മാസ്റ്റർ. പറയാവോ? മൂക്ക്, നീളമുള്ള മൂക്ക്, നീണ്ട മൂക്കുള്ള മലയാള സിനിമയിലെ ആരാണത്? ആ താരം ആരാണ്? അത് ആരുമാകാം. ഇതിപ്പോ ആണാണോ ജെൻഡർ മനസ്സിലാവുന്നുണ്ടോ? നെടുമുടി വേണു. മിനോൺ പറയുന്നു നെടുമുടി വേണു. ഗെയിം മാസ്റ്റർ നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞു. ടീം ഡിസിഷൻ 18. 18. ഓപ്പൺ ദി ബോക്സ്. 18. ഇതെന്താ ഇത്? എന്താണത്? ലേഡിയാണ് എന്നൊരു സൂചന അവിടെ ലഭിച്ചു എന്ന് തോന്നുന്നു. ആരാണെന്നൊരു ഏകദേശ ധാരണ പറഞ്ഞോളൂ. ലെന. ലെനയല്ല. ഞാൻ എന്റെ ബർത്ത്ഡേ ഡേറ്റ് പോവാം. 23 എടുത്തു കഴിഞ്ഞാൽ ഏകദേശ ധാരണയാകുമെന്നാണ് ഇപ്പോൾ ടീം പായസത്തിന്റെ ഒരു ധാരണ. ഉർവശി. ഉർവശി ചേച്ചി. ശരിയാണോ?
എല്ലാ ബോക്സും തുറന്നോളൂ, എന്നിട്ട് വലിയൊരു കയ്യടി ചെയ്യും പായസത്തിന്. അപ്പോ കൺഗ്രാറ്റുലേഷൻസ്. പപ്പടം പൊടിഞ്ഞു കഴിഞ്ഞു. താങ്ക് യു. അന്തോ ഇപ്പൊ ഇവരൊക്കെ അഭിനയിച്ച സിനിമകളിലെ പാട്ടുകള്, സീനുകള്, അല്ലെ, ഇവർക്ക് കഷ്ടപ്പെട്ട് അഭിനയിച്ച കുറെ സീനുകൾ ഉണ്ടാവില്ലേ? സീനുകളെ കുറിച്ച് ഇവർക്ക് ചിലത് പറയാനുണ്ടാവില്ലേ? ഉണ്ടാവും. ഇല്ലേ? ഉണ്ട്. ആ യശിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി, എന്തൊക്കെയോ ഓർമ്മകളിലേക്ക് അങ്ങ് എത്ര പോയി. വയസ്സുണ്ടായിരുന്നു ആ സമയത്ത്? ഞാൻ 6 years ആയിരുന്നു. 6 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. മമ്മൂക്കയുടെ കൂടെയാണ് അഭിനയിക്കുന്നത്. മമ്മൂക്ക ആരാണ്? ഈ ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്? ഒട്ടുമില്ല. ഞാൻ മലയാളം മൂവീസും കാണാറുണ്ടായില്ല. മമ്മൂക്ക അറിയില്ലായിരുന്നു? ഇല്ല. ഈ കാഴ്ച അഭിനയിക്കും മമ്മൂക്ക അറിയില്ലായിരുന്നു? അത് ഗുണമായി അല്ലേ? അത് കൊണ്ടായിരുന്നു. ടെൻഷൻ ഇല്ലല്ലോ. പക്ഷെ സിനിമ ഇറങ്ങി പറഞ്ഞോളൂ. ഞാൻ സാറിന്റെ മടിയിലിരുന്നിട്ട് അവരുടെ ലാപ്ടോപ്പിൽ കളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് അത്രയും അറിയില്ലല്ലോ ഇത്രയും വലിയ പുള്ളിയാണെന്ന്. അങ്ങനെ അപ്പൊ സാറാ സെറ്റിലൂടെ എടുത്തുകൊണ്ടൊക്കെ നടക്കുമായിരുന്നോ? യെസ്. ആണോ? കൊഞ്ചിക്കുമായിരുന്നു. പക്ഷെ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോ മമ്മൂക്ക ആരാണെന്ന് അറിഞ്ഞു ഇല്ലേ? ഫാൻസിന്റെ കൂടെ അറിഞ്ഞു. ഫാൻസ് വന്നിട്ട് എൻ്റെ ചീക്സ് ഒക്കെ പുള്ളിയും അങ്ങനെയൊക്കെ, അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെയാണ് മനസ്സിലായത് ആ ലെവലിലാണ് ഞാൻ ആ പുള്ളിന്റെ കൂടെ. ആദ്യ സിനിമയില് ഇതിലേതെങ്കിലും ഒരു ഡയലോഗ് ഇപ്പൊ പറയാം. ഇപ്പൊ മനസ്സിൽ വരുന്ന ആ സിനിമയിലെ ഡയലോഗ് ഇപ്പൊ ഓണായതുകൊണ്ട് ഞാൻ പറയാം. മുക്കെ ബുക്ക് ലഗിയായി കിക്കാതോ. ആ സിനിമയിൽ ഒരു പാട്ട് പാടിയാലോ നമുക്ക്? ആ സിനിമയിൽ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം. ഓണമൊക്കെ ഇത് ഈ പാട്ടും നല്ല ഫേമസ് ആയിട്ടുണ്ട്. ജുഗനൂരേ 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 ജുഗനു മാരി പാസ് ആവരേ ജുഗനു. അടിപൊളി അടിപൊളി. അന്തോ യശ് ജോലി ചെയ്യുന്ന ആളാണ്, ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ജോലി തിരക്കുകളിലേക്ക് പോവാണ്. ഫ്ലൈറ്റ് ഉണ്ടല്ലേ? ഞാൻ ആക്ച്വലി നോട്ടീസ് പീരീഡിലാണ്, അപ്പൊ ലീവ് എടുക്കാൻ പറ്റില്ല. പറ്റില്ല. നോട്ടീസ് പീരീഡിൽ പോലും ഇത്ര ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ ഞാൻ കണ്ടേ ഇല്ല. അതെനിക്ക് തോന്നുന്നു അപ്പം എന്ത് പെട്ടെന്ന് ഉണ്ടാക്കിയ സീന. വിപിനാറ്റിൽ ഞങ്ങളായിരുന്നു ഡയറക്ടർ. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ആദ്യമായിട്ടാണ് ഒരു സിനിമ സെറ്റിലേക്ക് പോകുന്നത്. അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും, പിന്നെ സിനിമ എന്താണെന്നും ഒന്നും അറിയില്ല, ചുമ്മാ ഫണ്ണടിച്ച് എങ്ങനെ നടക്കുമായിരുന്നു. പക്ഷെ ആ നടത്തുകയെ അത് ആരെങ്കിലും പറഞ്ഞു തരണോ അതോ സ്വയം അങ്ങ് ചെയ്തതാണ്? ചേച്ചി 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്വയം ചെയ്യാൻ എന്ത് ബുദ്ധി പറഞ്ഞു തന്നു അല്ലേ? ചേച്ചി അവിടെയൊക്കെ പിടിച്ച് അല്ല പറഞ്ഞു തന്ന അതുപോലെ തന്നെ ചെയ്തു. പിന്നെ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യാൻ നല്ലൊരു ക്രൂ ഉണ്ടായിരുന്നു. അന്ന് അവിടെ പോയപ്പോൾ ഈ സെറ്റിൽ പോയപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു? അവരൊക്കെ ആയിട്ടുള്ള എക്സ്പീരിയൻസ്? സുരാജ് അങ്കിൾ ഉണ്ടായിരുന്നു, പിന്നെ ഗൗരവേട്ടനാണ് ലീഡ് ചെയ്തത്. അപ്പോൾ എല്ലാവരും നമ്മളെ മാക്സിമം നല്ലോണം കംഫർട്ടബിൾ ആക്കി വയ്ക്കുക. ഈ പറഞ്ഞ പോലെ കുട്ടിയാകുമ്പോൾ ഉണ്ടാകുന്ന കുറേ ലിബർട്ടികളുണ്ട്, നമ്മളങ്ങനെ ഓടിച്ചാടി നടക്കുമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സുരാജ് അങ്കിളും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആളുടെ ഒപ്പം പിന്നെ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ വിപിൻ അങ്കിളാണെങ്കിലും അൻവറേട്ടൻ ഒരുമിച്ച് അഭിനയിച്ച എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് പോയാലോ? ഉറപ്പായിട്ടും. സുരേഷ് ചേട്ടൻ്റെ കൂടെ പാമ്പും കോണിയും കളിയായിരുന്നു. ഇപ്പൊ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഞാനൊരു 2 years ബാക്ക് സുരേഷ് അങ്കിളിനെ കണ്ടു. അപ്പം ആ കുട്ടിയാണെന്ന് പറയുമ്പോഴും ഒക്കെ ഒരു സന്തോഷം, സ്നേഹമൊക്കെ കാണിച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു എത്രയോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോ ഒക്കെ പഠിക്കുമ്പോൾ ഉള്ളൊരു മൂവിയാണ്. പിന്നെ ഫ്രണ്ട്സ് ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിൽക്കും, അതെ, സമ്മറിൻ ബത്ലഹേം, മേഘമൽഹാർ, ചതിക്കാത്ത അരയന്നങ്ങളുടെ വീട്, രാക്ഷസരാജ്. പിന്നെ കൂടെ കളിക്കാനൊക്കെ കുട്ടികൾ ഉണ്ടായിരുന്നല്ലോ സെറ്റില്. അത് ഫുൾ സെറ്റ് ഓൺ. ഇതെങ്ങനെ ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ ചെറുപ്പത്തിൽ മോഡലിംഗ് ആഡ്സ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം ആദ്യം ഇന്നസെൻ്റ് അങ്കളുടെ കൂടെ 3 Apples കുടകൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ ജസ്റ്റ് മുമ്പ്. അപ്പം പുള്ളിക്കാരൻ മാവേലി വേഷത്തിൽ, അന്ന് ഹിറ്റ്ലർ സിനിമ ചെയ്ത് വെക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ മാവേലിയുടെ വേഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം തരൂല കൊട എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊട എടുക്കുന്നു, പുള്ളിക്കാരൻ്റെ കൊട ഞാനും. അപ്പം എനിക്ക് വേണം എൻ്റെ കൊട എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഒരു ആഡിലൂടെ വന്നതാണ്. കുറേ ആഡ്സ് ചെയ്തു. പിന്നെ മൂവീസ് ഒരു അറൗണ്ട് 18 മൂവീസ് ചെയ്തു. 18 സിനിമകളിലും ബാലതാരമായിട്ടായി. ബാലതാരം. ഓക്കെ, നമുക്ക് അടുത്ത ആളിലേക്ക് പോകാനുള്ള സമയമാണല്ലേ. നമുക്ക് ധനഞ്ജയ്. മമ്മൂക്കയുടെ കൂടെ അങ്ങനെ ലുക്കിലും ഗ്ലാമറിലും പിടിച്ചിരിക്കാൻ അധികം പേർക്ക് പറ്റിയിട്ടില്ല. ഇല്ല. അതിന് ട്രൈ ചെയ്ത ഒരാളാണ്, അതും കുട്ടിക്കാലത്ത് തന്നെ. കടന്ന കൈ ആയിരുന്നു അത്. ഇല്ല, സ്പൈക്ക് ഒക്കെ കൊണ്ടുവന്ന ഞാനാ. അത് ശരിയാണ് കേട്ടോ. ഈ സ്പൈക്ക് ശരിക്കും കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു സിനിമയിലൂടെയാണോ ആണെന്ന് തോന്നുന്നു അല്ലേ? എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫുഡ് കഴിക്കാൻ പുറത്തു പോയിരുന്നു. നമുക്ക് ഇങ്ങനെ ഓരോ കുസീൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ പോയി പാസ്ത കഴിക്കാൻ പോയതാ. അപ്പോൾ ആ സമയത്ത് എനിക്ക് 8 വയസ്സേ ഉള്ളൂ. പാസ്ത എന്താണെന്ന് പോലും അറിയത്തില്ല. എന്നിട്ട് ഞാൻ കഴിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. ലൈക്ക് നമുക്ക് എൻ്റെ കൂടെ നിന്ന് കഴിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ അത് വേസ്റ്റ് ചെയ്തിട്ട് പോയി. അതെനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഒരു ഓർമ്മ ദ ഫസ്റ്റ് ടൈം ഐ ഹാഡ് ഒക്ടോപ്പസ് വാസ് വിത്ത് ഹിം. ഇറ്റ്സ് ലൈക്ക് ഇത് കഴിച്ചു നോക്ക് നല്ലതാ എന്ന് പറഞ്ഞ് കഴിച്ചിട്ടാണ് എൻ്റെ അച്ഛൻ പറയുന്നത് അത് ഒക്ടോപ്പസ് ആണ്. ഒരു ഫോട്ടോ കൂടി കാണാനുണ്ടല്ലേ? ഒരു വൈറലായ ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ നമുക്ക് കാണാം. ഹായ് വാ.
ആ ബാക്കിൽ എൻ്റെ ബാക്കിൽ നിൽക്കുന്ന എൻ്റെ അച്ഛനാ. ഈ ഫോട്ടോ അന്തോ ഇപ്പൊ അടുത്ത ആഷിക്കപ്പോ ഇത് പോസ്റ്റ് ചെയ്ത് ഈ ഫോട്ടോയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അതായത് സെൽഫി ഫോണിന് തന്നെ അറിയില്ല എങ്ങനെ സെൽഫി എടുക്കാന്ന് ആ കാലത്ത്. കേരളത്തിൽ ആദ്യമായിട്ട് സെൽഫി ഇൻട്രൊഡ്യൂസ് ചെയ്ത് ക്യാമറ വന്നിട്ടില്ലാത്ത മമ്മൂക്കയാണ്. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ സെൽഫിയിലും ആളുണ്ട്, കേരളത്തിൽ ആദ്യത്തെ സ്പൈക്കും കൊണ്ടുവന്നു. സെൽഫി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സെൽഫി അല്ല, ഫ്രണ്ട് ക്യാമറ വെച്ചുള്ളതല്ല, ഫോൺ ഇങ്ങനെ പിടിച്ചെടുത്ത സെൽഫിയാണ്. ഇതിപ്പോ എവിടെ സ്ഥലം, ഇതെന്തായിരുന്നു ഈ ഒരു സംഭവം? ഇതും ഹോങ്കോങ് തന്നെയാ. സോ ബേസിക്കലി നമ്മള് സ്ട്രീറ്റ് ഷോപ്പിംഗ് എന്തോ ഇറങ്ങിയ സമയത്ത് എടുത്ത ഫോട്ടോ ആണ്. ആൻഡ് ദെൻ ലൈക്ക് യു കൻ സീ മൈ ഡാഡ് റൈറ്റ് ബിഹൈൻഡ് ഹിം. അപ്പൊ ബാക്കിൽ കണ്ണാടി വെച്ചിരിക്കുന്ന ഉള്ളി ഇങ്ങോട്ട് നോക്കുന്നേ ഇല്ല, ഫുൾ മറ്റേ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക. പിന്നെ എൻ്റെ ഒരു സോ നമ്മൾ പോകുന്ന സമയത്ത് എൻ്റെ ഒരു ക്യാനൻ്റെ ഡിജി ക്യാം ഉണ്ടായിരുന്നു, അതിൽ നമ്മൾ സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത ആളിലേക്ക് പോയാൽ നമുക്ക് മമ്മൂക്കിയോട് ലാലേട്ടന്റെ കഥ പറഞ്ഞ ആളാ. ഇല്ല, അത് കഴിഞ്ഞിട്ട് ധനുഷിന്റെ കഥ, ദുൽഖറിന്റെ കഥയൊക്കെ പറയുന്നുണ്ട്. കുറെ കഥകൾ പറയും. ഒരുപാട് കഥകൾ പറഞ്ഞു. അപ്പൊ ഈ കഥ പറയൂ, എങ്ങനെ ഈ സീനിനൊക്കെ ഇപ്പൊ കാണുമ്പോ എന്താ തോന്നുന്നത്? ഈ സീൻ ഇത് കാണുമ്പോൾ ശരിക്കും ഞാൻ എങ്ങനെ ആ സമയത്ത് ചെയ്തതെന്നൊക്കെയാ ഞാൻ ശരിക്കും ആലോചിക്കുന്നത്. അന്നീ പറഞ്ഞ പോലെ നമുക്ക് അത്രയും ഫ്രീ ആയിരുന്നു അല്ലേ? അന്ന് കുറേ കൂടെ ഫ്രീ ആണ് ഇന്നത്തേലും. ശരിക്കും ഓർക്കുമ്പോൾ ഒരു വലിയ സന്തോഷം തോന്നുന്നു വെച്ചാൽ ഈ പറയുന്ന ചത്താപ്പച്ചൽ അവിടെ വെച്ച് നമുക്കിനെ വീണ്ടും കാണുന്നു, നമുക്കൊന്ന് കണ്ടിട്ട് എല്ലാവരും പരിചയപ്പെടുന്നു, എന്നെ ഒന്ന് കണ്ടിട്ടൊന്ന് നോക്കിയിട്ട് നീ ഇത്രയും വളർന്നോ എന്നൊന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയുന്നൊന്നും വിചാരിച്ചിട്ടല്ല ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇപ്പോൾ ധനഞ്ജയ് പറയുമ്പോൾ ഞാൻ അത് ആലോചിക്കുമായിരുന്നു. ഭയങ്കര കൺസെൻട്രേറ്റീവ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീയിങ് ആണ് പുള്ളി വരുന്നു, നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത്, നീ പിന്നെ എന്തോരം സിനിമകൾ ചെയ്തു, അവിടെ ഇവിടെ കണ്ടിട്ടുണ്ട്, നീ പിന്നെ വേറെ എത്ര സിനിമ ചെയ്തു, 33 സിനിമ എന്ന് പറഞ്ഞപ്പോൾ കുറേ പൈസയൊക്കെ ആയി കാണുമല്ലോ, തമാശക്ക്. അപ്പോൾ കുറേ പൈസയൊക്കെ ആയി കാണുമല്ലോ. പറഞ്ഞു ഇല്ല, അതൊക്കെ ശ്രദ്ധിക്കണം. ലൈക്ക് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും താഴേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു താല്പര്യം കാണിക്കുന്ന ഒരു മനുഷ്യനായിട്ട് എനിക്ക് ഒരുപാട് തോന്നിയിട്ടുണ്ട്. പ്രജ്വൽ എന്നെ ഒരു 3-4 ദിവസം ഈ ഡെഫ് ആൻഡ് ഡം സ്കൂളിലേക്ക് അയച്ചു. ഞാൻ അവരുടെ കൂടെ ക്ലാസ്സിനൊക്കെ ഇരുന്നു ഫുൾ ഡേ. കുറേ കുട്ടികൾ എന്നെ പഠിപ്പിച്ചു സൈൻ ലാംഗ്വേജ് ബേസിക് സംഭവങ്ങളൊക്കെ. പക്ഷെ നമുക്ക് സെറ്റിൽ ഒരാളുണ്ടായിരുന്നു എനിക്ക് പറഞ്ഞുതരാൻ അക്കോർഡിംഗ്ലി. എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നില്ല, ബിക്കോസ് ഞാൻ ഡാൻസർ ആയതുകൊണ്ട് എനിക്ക് കൈവച്ചിട്ടുള്ള പരിപാടികൾ ഈസി ആയിരുന്നു. അപ്പോൾ ഡയലോഗ് പറയാനാണ് പാട്, അപ്പോൾ ഇതിൻ്റെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഡയലോഗ് ഇല്ലാത്തതുകൊണ്ട് ആ പ്രശ്നങ്ങളും ഫസ്റ്റ് സിനിമ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് പേടി പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ സ്പിരിറ്റ് കാരണമാണ് വർഷം കിട്ടുന്നത്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ഒരു റീസണിങ് ഉണ്ട് ലൈഫിൽ. അപ്പോൾ വർഷം കിട്ടുന്നത് ഓഡിഷൻ ചെയ്തിട്ട് തന്നെയാണ്. അതും രഞ്ജിത്ത് ശങ്കർ, രഞ്ജിത്ത് അങ്കിള് വിളിക്കുന്നു. ഞാൻ ആ പാട്ടാണ് ഫസ്റ്റ് എനിക്ക് ഓഡിഷനായിട്ട് വരുന്നത്. അപ്പോൾ പാട്ട് പാടുന്നു. അതും നമുക്ക് സിമ്പിളാണ്, ബിക്കോസ് നമ്മൾ പാട്ട് പാടിയിട്ടല്ലേ ഡാൻസ് കളിക്കുന്നതൊക്കെ. അപ്പോൾ അത് ചെയ്തു, കിട്ടി. അതിന് വലിയ പ്രിപ്പറേഷൻസും പരിപാടിയും ഉണ്ടായിരുന്നില്ല. രഞ്ജിത്ത് അങ്കിള് പറഞ്ഞ തന്നെ ഇത് ക്യാരക്ടർ നിന്നെ പോലെ തന്നെയാണ്, അതുകൊണ്ട് ഡയലോഗ്സ് മാത്രം നീ ഒന്ന് സ്മൂത്തൻ ഔട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പാട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആ കാണുന്ന ആ ഭാഗമുള്ളൂ. പക്ഷെ മൈ ഫേവറേറ്റ് പാർട്ട് ഇസ് ആഫ്റ്റർ ദാറ്റ് സീൻ. അതായത് നമ്മൾ പൊള്ളാച്ചിയിൽ ആ പാടത്തിൻ്റെ നടുക്കൊക്കെ നമ്മൾ ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, എനിക്ക് ചോറ് വാരി തരുന്നു, ഊഞ്ഞാലാടുന്നു, അങ്ങനത്തെ ഒരു ഫണ്ണായിട്ട് പോയ എൻജോയ് ചെയ്തു, ശരിക്കും എൻജോയ് ചെയ്തു. രാജാതിരാജയുടെ സെറ്റ് എനിക്ക് ഭയങ്കര, ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു 2 months നമ്മൾ വെക്കേഷന് പോയ പോലെ, നമ്മൾ കുട്ടികളല്ലേ, നമുക്ക് ഭയങ്കര ഫ്രീ ആയിരുന്നു. ആൻഡ് ഈ ഇപ്പം നേരത്തെ പ്രജുൽ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ, അതായത് നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് കരയാനൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട്. കാരണം ആ സിനിമയിലുള്ളൊരു വേരിയേഷൻ ആയിരുന്നു. കരയുന്നുണ്ടായിരുന്നു, ചിരിക്കുന്നുണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെ ഇടയിലും കരയുന്ന സമയത്ത് എന്നോട് ഒരു ഐ ഹവ് ഗോട്ട് എ കോംപ്ലിമെൻറ്റ് ഫ്രം മമ്മൂക്ക. ഞാൻ അത്രയും നേരം ചിരിച്ച് ജോളിയായിട്ട് നിൽക്കും. ആക്ഷൻ പറഞ്ഞാൽ അപ്പം കരയും, കട്ട് പറഞ്ഞാൽ അപ്പം ചിരിക്കും. അപ്പം ഐ ഗെറ്റ് ബാക്ക്, ഈ സ്നാപ്പിൽ പെട്ടെന്ന് ഐ ഗെറ്റ് ബാക്ക് ആൻഡ് ഫോർത്ത് നടക്കും. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ സ്വിച്ച് ഇട്ട പോലെയാണ് അഭിനയിക്കുന്നത്. അപ്പം അത് കേട്ടപ്പോൾ നമ്മളിങ്ങനെ കൊള്ളാം. അത്രയും നാളെ നമുക്കൊരു കോൺഫിഡൻസ് ഒന്നുമില്ല. അത് കേട്ടപ്പോൾ നമ്മളിങ്ങനെ കൊള്ളാമല്ലേ. അപ്പോൾ അടുത്ത ഗെയിമിലേക്ക് ദംഷ്രാട്സ് ആണ്. അപ്പോൾ ആദ്യ മത്സരത്തിൽ ഇപ്പോൾ ആദ്യത്തെ അടിപൊളി ആ ഗെയിമിൽ വിജയിച്ച് നിൽക്കുന്നത് ടീം പായസമാണ്. അപ്പോൾ ടീം പപ്പടത്തിന് വിജയിക്കാനുള്ളൊരു അവസരമാണ്. അപ്പോൾ വിജയിക്കുമോ? വിട്ടുകൊടുക്കരുത്, ശ്രമിക്കും, ആഞ്ഞു പിടിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഏത് ടീമിന് വിളിക്കണം? ആദ്യം ഏത് ടീമിന് അവസരം കൊടുക്കണം? വിജയിച്ച ടീമിന് കൊടുക്കണോ അതോ തോറ്റ ടീമിന് കൊടുക്കണോ? നിങ്ങൾ തീരുമാനിച്ചോളൂ. നിങ്ങൾ തീരുമാനിക്കുന്നല്ലേ. തോറ്റ ടീമിന് തരട്ടെ ഒരു അവസരം? പിന്നെ പപ്പടത്തിന് കൊടുക്കാം. ടീം പപ്പടം, യെസ്. ആര് വരുന്നു? പപ്പടത്തിൽ നിന്ന് ആരാണ് മത്സരിക്കാൻ വരേണ്ടതെന്ന് ടീം പായസത്തിന് തീരുമാനിക്കാം. പ്രജ്വൽ വരട്ടെ. അപ്പോൾ പ്രജ്വൽ പോരട്ടെ.
അപ്പൊ പ്രജ്വൽ ഇങ്ങോട്ട് പോരട്ടെ. ഞാൻ ചെവി പേര് പറഞ്ഞു കൊടുക്കട്ടെ. മൈക്ക് ഇങ്ങോട്ട് തന്നേക്ക്, ഇല്ലെങ്കിൽ എല്ലാം വെറുതെ ആവും. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മലയാളം. 3 വേർഡ്. ഓക്കെ. ആരാ അഭിനയിക്കുന്നത്? ലാലേട്ടൻ, മമ്മൂക്ക, ജയറാമൻ, ദിലീപേട്ടൻ, കൊച്ചോ? ഞാനാണോ? സമയമില്ല. ടൈം വേർഡ് പറഞ്ഞു. ഒരു മിനിറ്റ് ഒക്കെ തരാം. സെക്കൻഡ് വേർഡ്. കുണ്ട, ബോംബോ, വെട്ടി ഉറുകി, കറി, കുക്കർ, കൊട്ടേഷൻ, കുക്കറോ കറിയോ എന്താണ് ഇവിടെ എങ്ങോട്ടാ പോകുന്നത്? ചട്ടി. ഫസ്റ്റ് വേർഡ്. വെള്ളം, കുപ്പി. ഇപ്പൊ അറിയാവുന്ന പേര് ഞാൻ തന്നെ മറന്നുപോയി ഈ കാണിക്കുന്നുണ്ട്. ദാഹം, അത് തന്നെ ചോയ്ക്ക്. സിനിമ അത് തന്നെ. വാട്ടർ, വാട്ടർ. വെള്ളമാണോ? വെള്ളം. സൗണ്ട് പാടില്ല. വെള്ളത്തിന്റെ വേറെ പേര് കൂട്ടി വെച്ചിരിക്കുക. വെള്ളം, മദ്യം, തീയോ? കോഫി. പിന്നെന്താ? മോര്. ബ്രൂ. പറയാൻ പാടില്ല. കൺഫ്യൂസ് ആയി. സിനിമയുടെ പേര് ഞാൻ ഒന്നുകൂടി പറഞ്ഞിരുന്നല്ലേ, മറന്നുപോയോ? ഇതുവരെ എന്താ കാണിച്ചോണ്ടിരുന്നത്? ടൈം ഉണ്ടോ? ഇല്ല. ഓക്കെ, വീണ്ടും കിട്ടി സിനിമ. ഓക്കെ, വീണ്ടും ടൈം ഉണ്ടോ ഗൈസ്? ടൈം ടൈം. ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ടൈമൊക്കെ ഉള്ളതായിരുന്നു. അവിടെ സമയം നോക്കുന്നുണ്ട്. സമയമുണ്ടേ. വേഗം. സെക്കൻഡ് വേർഡ് കറി. കടുകുവറ. കടുകുറ. പാചകം റിലേറ്റഡ് ആണോ? ഉണ്ട, ചക്ക, നമ്മൾ പറയില്ല, ഞാനൊരു അക്ഷരം വേണ്ടില്ല. ചട്ടി. കുടം. ചട്ടിച്ചോറ്. ഇത് ചട്ടിച്ചോറെന്നൊക്കെ അവിടെ ചോറ്. ബിരിയാണി. മന്തി കുഴി അല്ലേ? ഇത് കേട്ടിട്ട് നമ്മൾ കേട്ട പേര് തന്നെയാണോ ചെയ്തു സംശയം നമുക്ക് തോന്നുന്നുണ്ട്. എന്ത് ചെയ്താലും അവിടെ പറയില്ല എന്നൊരു വിശ്വാസം. ഓപ്ഷൻ കൊടുക്ക്. എടാ, വെട്ടും കുത്തൊക്കെ ഉള്ള ഒരു പടമാണ് മനസ്സിലായി. 1.5 മിനിറ്റ് കഴിഞ്ഞു. അവസരം കഴിഞ്ഞിരിക്കുന്നു. തോറ്റിരിക്കുന്നു ടീം പപ്പടം എപ്പോഴത്തെയും പോലെ തോറ്റിരിക്കുന്നു. സിനിമ ഏതാന്ന് നമുക്ക് പറയാം. സിനിമ ഏതാന്ന് പറയട്ടെ? എല്ലാവരും പറയട്ടെ. പ്രജ്വൽ പറയട്ടെ. പ്രജ്വലിന് പറയാം. ഇതാ മൈക്ക്. തല്ലണ്ട. മൈക്ക്. അടുത്തത് ശരിയാക്കാം. തണ്ണീർമത്തൻ ദിനങ്ങൾ. ഓക്കെ, ഇത് ആദിശ് ഇങ്ങൊന്നൊരു കാര്യം ചോദിക്കട്ടെ. ആദിശ് ആയിരുന്നെങ്കിൽ ഈ തണ്ണീർമത്തൻ ദിനങ്ങൾ എങ്ങനെയൊന്ന് അഭിനയിച്ച് കാണിക്കാം. അങ്ങനെ കാണിച്ചേനെ. അങ്ങനെ കാണിച്ചിരുന്ന പ്രജ്വലിന് മനസ്സിലാവോന്ന് പ്രജ്വലിനോട് ചോദിച്ചു. ഇങ്ങനെയൊക്കെ കാണിച്ചേനല്ലേ? ഓ, ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു. അൻസൂർ മനസ്സിലായിരുന്നു. മിണ്ടാതിരുന്നു. ഈ സാധനം പറയാം. അടുത്ത തരാം. നീ അടുത്തത് അടുത്ത അവസരം ഞാൻ പറഞ്ഞായിരുന്നു. അടുത്ത അവസരം. ഓക്കെ, ഇനി നെക്സ്റ്റ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ശല്യപ്പെടുത്തില്ല റോഷൻ, ഇങ്ങോട്ട് മാറി നിൽക്ക്. മലയാളം 3 വേർഡ്. കുറച്ച് പഴയ പടം. എവിടാ കാര്യങ്ങൾ പോകുന്ന പോക്ക് കണ്ടോ? നായകൻ മോഹൻലാൽ, മമ്മൂക്ക, ഗോപി. സംഗതി കേറി പോന്ന കണ്ടോ? ദുൽഖർ, ചൂടുണ്ടോ? എന്ത്? ഇല്ല. ഒന്നുമില്ല. 1 മമ്മൂക്കയുടെ 1. എന്നിട്ട് നായകൻ മീശ മാധവൻ, നായകനെ റീലോഡഡ്. അടുത്ത് പറയാൻ പോവാ. ഒന്ന് ഇന്ന് 7 7 ഏഴാം നെപ്പോളിയൻ. ഗുഡ് 7 7th ബുദ്ധിപരമായ നീക്കം. അതെ എന്റെ വായിന്നത് വീണു പോകുന്ന എന്റെ സംശയം. 7 കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു വാക്കാണോ? 8 9 10 ഫസ്റ്റ് വാക്ക് 7 ആണോ? 80 7th സേ 7 8 9 അങ്ങനെ മനസ്സിലായില്ലേ? 7 സ്വഭാവമൊക്കെ പുറത്തു വരുന്നു. 7 എന്റെ ആലോചിക്കുന്നു. 7 ടഫാണ് സംഗതി. ടഫാണത്. ഹീറോ മമ്മൂക്ക. ഒരു ഹീറോയുടെ എന്തെങ്കിലും ഒരു സൂചന തരുമോ? ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. സമയം 1.5 മിനിറ്റ് ആവുന്നു. 1.5 മിനിറ്റ് ആണ് നമ്മുടെ സമയം. സുരേഷ് ഗോപി. അടിച്ചോ? സമയം കഴിഞ്ഞിരിക്കുന്നു. ആ സിനിമ ഏതാണ് എന്നുള്ളത് ഇപ്പൊ പറയാം.
സപ്തമശ്രീ തസ്കര 7. ഗംഭീര സിനിമ, ഒരു ഗംഭീര സിനിമയുടെ പേര് ഞങ്ങളുടെ മനസ്സിലുണ്ട്. റോഷ്നി പറയും. റോഷ്നി ചെവിയിൽ പറഞ്ഞോളൂ. ഞെട്ടലോട് കൂടി അൻസുദ കേട്ടിരിക്കുന്നു. അൻസുദ മിടുക്കിയായ അൻസു. ഇനി ആ ടീമിനോട് കൂടി പറയാം. ടീം പായസത്തിനോട് കൂടി നമ്മളോടും സിനിമ പറയാം. അല്ല, ഈ ടീം പായസത്തിനോടല്ലേ നമ്മൾ പറയേണ്ടത്? അറിയൂ. ഇല്ല ഈസി അല്ല, ടഫ് ഇവിടെ ഉള്ളൂ. ഓൺലി ടഫ്. നമ്മളോടും പറഞ്ഞു ടഫ് മാത്രമേ ഇവിടെ ഉള്ളൂ. എന്തെങ്കിലും പറയാനുണ്ടോ? സിനിമയുടെ പേരൊഴിച്ച് ബാക്കി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോ ഓക്കെ അല്ലേ? തുടങ്ങട്ടെ. നിങ്ങൾക്കും തരാം. സംഗതി വരിയല്ലേ? മലയാളം ഒരു പുതിയ, ഓൾമോസ്റ്റ് പുതിയത്. ആരെ? ഒരു വാക്കേ ഉള്ളൂ, ഒറ്റ വാക്ക്. പൊന്മൻ. സെക്കൻഡ് ഭാഗം. സാരി. സാരി. സ്ത്രീ. പുരുഷൻ. സ്ത്രീ. സാരി. കല്യാണം. സാരി. ഞാൻ ബാംഗ്ലൂർ ഡേയ്സ്. കേറി വരുന്നു. ഞാൻ ഗന്ധർവ്വൻ. കുർത്ത. സാരി കുർത്ത. എത്നിക്, ട്രഡീഷണൽ. എല്ലാവർക്കും പ്രേമാണോ? എന്താണ് എന്നോട് പറയാനുള്ളത്? പറഞ്ഞോളൂ. നമ്മളൊക്കെ ഓണം. ചൈൽഡ് ആർട്ടിസ്റ്റ്. ബാലൻ. വീട്. നമ്മളൊക്കെ ആരാ? ആർട്ടിസ്റ്റ്. സമയം പോകുന്നുണ്ട്. ഞങ്ങളുടെ ഗെയിം മാസ്റ്റർ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. കുർത്ത എന്താണ്? തുണി. വസ്ത്രം. മുണ്ട്, തോർത്ത്. എങ്ങോട്ടാ നിങ്ങൾ? അതെ. ഈ സിനിമയുമായി യാതൊരു ടെക്സ്റ്റൈൽ അല്ലേ? സമയം വേറെ വസ്ത്രം. ഓടുന്നു. ജോഗിങ്. ഒരു രക്ഷയില്ല കേട്ടോ. ഒരു സൂചന പോലും കിട്ടുന്നില്ലെന്നുള്ളതാണ്. അടുത്ത മത്സരം പുതിയതല്ലേ? ഓൾമോസ്റ്റ് പുതിയത്. അൻസു വിയർക്കുന്നു. മുങ്ങുന്നു. നരൻ. സമയം ചോട്ടാ മുംബൈ. സമയം കഴിഞ്ഞു. ചോട്ടാ മുംബൈ. ഇല്ല, സമയമുണ്ടോ? സമയമുണ്ട്. 10. ചോട്ടാ മുംബൈ. അതിന് വേറെ 8. മുംബൈ പോലീസ്. ഈ സാധനം 2 1 കഴിഞ്ഞോ? കഴിഞ്ഞു. ഒരു അവസരം ഞങ്ങൾക്ക് ആവേശം. ഓ, ആവേശം എന്നുള്ളതാണോ വേഷം ഉദ്ദേശിച്ചത്? ഞങ്ങള് വൈറ്റ് കളറാന്ന് ഐക്കോണിക് വൈറ്റ് ആൻഡ് വൈറ്റ്. നമ്മൾ ഉദ്ദേശിച്ചത് ഫാസ്റ്റിന്റെ ആവേശം അല്ലേ? അതാണ് ഉദ്ദേശിച്ചത്. അത് വെള്ള കുർത്തയിട്ട് ആഭരണങ്ങൾ കിട്ടി വരുന്ന ആൻസു വേറെ ലെവലിലേക്ക് പോയി. അപ്പൊ എപ്പോഴത്തെയും പോലെ തന്നെ സൂപ്പർ അൻസു പോയിരുന്നുള്ളൂ. എല്ലാ തവണത്തെയും പോലെ ഗുഡ് എഫേർട്ട്. താങ്ക് യു. തോറ്റിരിക്കുന്നു. എന്റെ ആവേശം പോയി. ഇനി അടുത്ത ഈ ടീമിൽ നിന്നാണ് വരേണ്ടത്. ഈ ടീമല്ലേ? ടീം പായസം. ആരാണ്? മിനോൻ പോരട്ടെ. മിനോൻ കമോൺ. ഞാനിപ്പോഴിറങ്ങണോ? ഞാനിപ്പോഴേ ഇറങ്ങണമെന്ന് പുള്ളിയേ. അപ്പോ മിനോന് പറഞ്ഞു കൊടുക്കാൻ മിനോൻ. ഗംഭീരം. ഞാൻ ഇപ്പോഴേ ഇറങ്ങണോ? എന്റെ സമയമൊക്കെ ആയോ ഒന്ന്? ഇങ്ങോട്ട് വാങ്ങോട്ട്. ഓക്കെ. ചുണ്ട് കൂട്ടി പിടിക്ക്. എവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇവിടെ അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ പോയി അവിടെ പറഞ്ഞു കൊടുത്തേ, നശിപ്പിച്ചേനെ. ടൈം സ്റ്റാർട്ട്സ് നൗ. യെസ്. മമ്മൂട്ടി. മലയാളമാണ്. വാക്ക് മലയാളത്തിൽ തന്നെയാണ്. ഓക്കെ. എത്ര വാക്കുണ്ട്? ഒറ്റ വാക്ക്. 2 വാക്ക്. 3 വാക്ക്. രണ്ടാമത്തെ വാക്ക്. 2 വാക്കും രണ്ടും സെയിം ആണോ? 2 1. 2 5. 1 3. 4. 2. എത്ര വാക്കുണ്ട്? 2 വാക്ക്. ഒറ്റ വാക്കേ ഉള്ളൂ. രണ്ടായിട്ടാണ്. മമ്മൂക്ക. നമ്മളെല്ലാരും. ആൾക്കാര്, കൂട്ടം. ആരുമില്ല. അതൊന്നുമല്ല. ഒന്നുമല്ല. കണ്ടൂടാ. ആരുമില്ല. ശാന്തി. പുതിയ സമയം ടൈം മുന്നോട്ട് പോകുന്നു. ടൈം പറയണേ. ആരെയും കണ്ടൂടാ. ഓക്കെ, എല്ലാം വായിച്ചോളാം. 1 മിനിറ്റ് ആവുന്നു. ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഇപ്പോഴേ ഇറങ്ങണോ? എന്തായിരുന്നു? ലാലേട്ടൻ ചെരിയുന്നുണ്ട്. ഇറങ്ങി വന്നിട്ട് രണ്ടാമത്തെ വാക്ക്. ആ വാക്കിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഉദ്ദേശിച്ചത്. ഫസ്റ്റ് വാക്കിന്റെ രണ്ടാമത്തെ ഭാഗം. സമയം. അതെന്തത്? വാക്കിന്റെ രണ്ടാമത്തെ സമയം. ആ വാക്കിന്റെ രണ്ടാമത്തെ ഭാഗം വി ആണോ? രണ്ടാമത്തെ ഭാഗം. 10 സെക്കൻഡ്. 10 9 8 7 6 5 4 3
എന്നെ ഇതാ അപ്പൊ, അദൃശ്യൻ. പഴയ പടമാണോ പുതിയ പടമാണോ പഴയ പൂജ്യം. പടമാണോ Stuck ആയി, stuck ആയി. ഒറ്റ. പഴയ പടമാണോ പുള്ളി സ്റ്റക്കായി ചിരിക്കാത്ത മനുഷ്യൻ. വി ഫോർ വിക്ടറി. അവിടെ പ്രൗഡ് എന്നൊക്കെ പറ്റിച്ചല്ലേ എല്ലാരെയും. ഓ എന്തൊരു ബുദ്ധി. ആ ഏതാണ് മായാവിയിലെ ലുട്ടാപ്പിനെ കാണിക്കടാ, മായാവി, കുന്തം, എന്തൊക്കെ കാണിക്കാം. ആണെന്ന് കാണിക്കാൻ ഞാനൊരു ശ്രമം നടത്തി, നടന്നില്ല. ലീഡർ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് കം ഓൺ സ്റ്റേജ്. ഓക്കെ, പ്രേമലേ. അപ്പോൾ സിനിമയുടെ പേര് ഞാൻ ചെവിയിൽ പറഞ്ഞു കൊടുക്കട്ടെ. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ് നൗ. തുടങ്ങിക്കോ. ആ മോഹൻലാൽ. ആദ്യ ശ്രമം തന്നെ പണ്ടത്തെ ആണോ? ജയിച്ചു. പണ്ടത്തെ ഒരു 2 വാക്ക്. പഴയത്. ഒരുപാട് കെട്ടിപ്പിടുത്തോ? മരം കെട്ടിപ്പിടിച്ചിരുന്നു. നരൻ. പക്ഷെ നല്ല മൂവാണ്. ബുദ്ധിപരമായ ആ അതെങ്ങനെയാണ് അന്ന് വെറും 20 സെക്കൻഡ് കരുത്ത് തെളിയിച്ചിരിക്കുന്നു. അടിച്ചിരിക്കുന്നു. കരുത്ത് തെളിയിച്ചിരിക്കുന്നു. കൊടുക്കായ്. എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക? ബുദ്ധിയില്ലെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ ഒരുപാട് കഴിവുള്ള പ്രതിഭയാണ്. എനിക്ക് തോന്നേ അത് ആ ലേലുലു അല്ലേ കാണിച്ചത്. എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ അല്ലേ? സിനിമ കണ്ട സിനിമ കണ്ട എക്സ്പീരിയൻസ് സീൻ ഒരുപാട് വട്ടം പക്ഷെ നന്നായിട്ട് അത് ചെയ്തു. മറ്റൊന്നും ചെയ്തില്ല, അത് നന്നായിട്ട് ചെയ്തു. ചേട്ടനാണ് ഇൻസ്പിറേഷൻ. ശരി പക്ഷെ തകർത്തു. അപ്പോ ടീം പപ്പടം വിജയിച്ചിരിക്കുന്നു. അപ്പോ സിനിമ ഏതാണെന്നുള്ളത് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സിനിമ കിട്ടിയല്ലോ. ധനഞ്ജയുടെ പ്രകടനത്തിലുള്ള സമയമാണ്. ആ പായസം. സ്റ്റാർട്ട്. 2 വാക്ക്. 2 വാക്ക് ഒരേ വാക്കാണ്. അല്ല 2 വാക്ക്. 2 വാക്കിലെ രണ്ടാമത്തെ വാക്ക്. കുന്നു. കൊന്നു. ഗംഭീരം. വധം. വധം. കിൽ. സ്വയം കൊല കുതിച്ചു. കൊല കൊല. അല്ലേ, എന്തല്ല. കൊല എന്നുള്ള രണ്ടാമത്തെ കൊലക്കേസ്. വാക്കാണ്. വാഴക്കൊല. കൊലക്കേസ്. കൊലക്കേസ്. വാഴക്കൊലയോ? ആ, വാഴക്കൊലയോ? പാതിര പാലേരി മണിക്കും. ചൂടുണ്ട്. വെരി വെരി ക്ലോസ്. എങ്ങനെ കൊന്നെന്നോ? ആ ഇവിടെ വെച്ച് കൊന്നു. കത്തി വെച്ചിട്ട്, ചൂണ്ടുന്നു. വെടി വെച്ചിട്ട്. കൊന്നു. എങ്ങോട്ടായി കേറി പോകുന്ന? ഇങ്ങോട്ട് വാ. ആ പിന്നിലേക്ക് വാ. ഉത്തരം പറഞ്ഞില്ലേ കൊല്ലൂന്ന്. നായകനാരാ? അത് പറഞ്ഞാ കിട്ടില്ല. ഓക്കേ, 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 ശരി, ഓക്കേ. ഓക്കേ, It's okay. ടഫാണ് സാധനം, കൊന്നു. ടഫാണ് കേട്ടോ. കത്തി വെച്ച് tough കുത്തി. ആണ്. കുത്തി. 10 കത്തി വെച്ച് കുത്തി. എന്തോ പറയുന്നു. ഓക്കേ, ഒരു first മിനിറ്റ്, ഒരു വാക്ക്, മിനിറ്റ്. first വാക്ക്, first വാക്ക്. കൊല കിട്ടിയിട്ടുണ്ടല്ലേ? ഫസ്റ്റ് വാക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അല്ല, ഇത് നീ പറയാൻ ഒരു മിനിറ്റ് ആവാറായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു മിനിറ്റ്. സമയം. വെള്ളത്തിൽ വീണു. കുഴി. ഓക്കേ. കുഴി. കുഴി. അതിന്റെ ഫസ്റ്റ് പാർട്ട്. കുഴിയുടെ അപ്പുറത്ത് എന്താണെന്ന്. ഒരു കുഴി. കുഴിയുടെ അപ്പുറത്ത് അന്നം. റോഡ്. ഫുഡ്. ചോറ്. വാരി കൊടുക്കുക. ഗുഡ്. വാരിക്കുഴിയിലെ കൊലപാതകം. സൂപ്പർ. ഗംഭീരം. അത് കലക്കി. That was nice. അത് സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരുന്നല്ലേ? ഇതിൽ പോയില്ലേ? ശരിക്കും ബുദ്ധിപരമായ നീക്കം. സമയം കഴിഞ്ഞു, ഒന്ന് ചെക്ക് ചെയ്യൂ. സമയം കഴിഞ്ഞായിരുന്നു. ഒന്ന് അംഗീകരിച്ചൂടെ? ഇത്ര നന്നായിട്ട് ചെയ്തിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്ക്. സൂപ്പർ. നന്നായിട്ട് ചെയ്തു. സമാസമം പോയിന്റുകൾ. വാരി, ഒരു കുഴി, ഒരു കൊല. 8-10 വട്ടം കൊന്നു. പക്ഷേ ഇത് വാരിയിൽ സാധനം കിട്ടി. കാരണം പല പോയിന്റുകളും പറഞ്ഞു. അപ്പൊ നമുക്ക് കണക്ട് ചെയ്തപ്പോ ഇത് തന്നെയാണ് സംഗതി കിട്ടി. ഓക്കെ, അടിപൊളി, സൂപ്പർ. അടിപൊളി. അപ്പോൾ 1-1 ഈ മത്സരം അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. നമ്മൾ അവസാന റൗണ്ടിൽ മത്സരത്തിന്റെ സ്വഭാവം ഒന്ന് മാറ്റുന്നു. നിങ്ങളുടെ ടീമിൽ നിന്നും ഓരോരുത്തർക്ക് ഇങ്ങോട്ട് വരാം. ഒരു സിനിമ 2 പേർക്കും തരുന്നു. ആ ഒരു സിനിമ 2 പേരും ഇവിടെ നിന്ന് അഭിനയിക്കുന്നു. ആദ്യം ഏത് ടീമാണോ ആ സിനിമ കണ്ടുപിടിച്ച് ആ ടീമായിരിക്കും വിന്നർ. ഒരുമിച്ച് അഭിനയിക്കണം, ഒരുമിച്ച് പറയണം, ഒരുമിച്ച് ട്രൈ ചെയ്യണം. ഓക്കെ ആണോ? അപ്പൊ യെസ്, ആരാണ് വരുന്നത്? നിങ്ങളുടെ ടീമിൽ നിന്ന് ആരാണ്? നിങ്ങളുടെ ടീമിൽ നിന്ന് ആരാണ്? പോയി ജയിച്ചിട്ട് വാ. കരുത്തനെയാണ് ഇറക്കിയിരിക്കുന്നത്. അതെ, സൂപ്പർ ഓവർ മത്സരമാണ് നടക്കാൻ പോകുന്നത്. പായസവും വിട്ടുകൊടുക്കുന്നില്ല. 2 തുറുപ്പ് ചീട്ടുകൾ. അപ്പൊ ഈ സൂപ്പർ ഓവറിൽ ആര് നേടും? നമുക്ക് വിധി വരട്ടെ. റെഡി? 1 2 3 സ്റ്റാർട്ട്. 1.5 മിനിറ്റ്. തുടങ്ങിക്കോ. വാ, 2 പേര് എന്തൊക്കെയാണ് കാണിക്കുന്നത് ഇവിടെ? ഇത് അതെങ്ങനെയാ? അതെന്താ എന്തായിരുന്നു? അതെന്താ കാണിക്കുന്നത്? എന്താ സംഭവിച്ചിവിടെ? 3 സെക്കൻഡോ? ഉപ്പിയോ നീ? 3 സെക്കൻഡിൽ പറഞ്ഞു. അതെങ്ങനെയാ? കള്ളക്കളി നടന്നിട്ടുണ്ടോ? ഞാൻ പറയാം. ഞങ്ങൾ ഒരു കാര്യം, റോഷ്നി, ക്യാമറ DRS. തേടം പേർ. തുപ്പിയോവൻ. തുപ്പി. വിജയത്തിന് വേണ്ടി എന്ത് ചെയ്തു? എന്താ കാണിച്ചത് പറഞ്ഞ? 3 സെക്കൻഡ് എന്താ കാണിച്ചേ? ഞാൻ ഇങ്ങനെ കാണിച്ചു, പിന്നെ തൂ കാണിച്ചു, പിന്നെ തുമ്പി കാണിച്ചു. ആ തുമ്പിയിലായിരുന്നു. ഈ 3 സെക്കൻഡ് ഇത്രയൊക്കെ എങ്ങനെ കാണിച്ചു? 3 സെക്കൻഡിൽ ഇത് മൊത്തം കാണിച്ചു. എന്താ ചെയ്യാ, ഞാൻ ഒരു നല്ല നടനാണ്. 3 സെക്കൻഡിലെ 30 കാര്യം കാണിച്ചു. ഗംഭീര, സൂപ്പർ. അപ്പോ തേടം പേർ അവർ
ഗെയിം മാസ്റ്റർ പ്രശോഭ് സാർ തേർഡ് എംപയർ ഓക്കെ ആണോ? ഡിസിഷൻ പെൻഡിങ്. പപ്പട് അതെ, ഞങ്ങൾ ചെക്ക് ചെയ്തു, ക്യാമറ ചെക്ക് ചെയ്തു. പക്ക മത്സരത്തിൽ ജയിച്ചത് പായസമായിരുന്നുവെങ്കിൽ ഈ മത്സരത്തിൽ ജയിച്ചത് പപ്പടമാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എനിക്ക് നല്ല രണ്ട് വിശപ്പുണ്ട്. ടീമും തുല്യ ശക്തികളാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ സ്ക്രീനിൽ കണ്ടവരെയാണ് പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടത്. ഇനിയും നമുക്ക് ഒരുപാട് കാണാൻ വർഷങ്ങൾ കഴിയട്ടെ. നിങ്ങൾ സ്ക്രീനിൽ ഞങ്ങൾക്ക് കാണണം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഒരു ഓണാഘോഷം? അടിപൊളിയായിരുന്നു. എന്തായാലും ഈ ഇൻവൈറ്റിന് വി ആർ വെരി ഗ്രേറ്റ്ഫുൾ, ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതിന്. വണ്ടർഫുൾ. ഉറപ്പായിട്ടും ഒരുപാട് താങ്ക് യു ഇൻവൈറ്റ് ചെയ്തതിൽ. ഇവരെല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഓരോരുത്തർ വരുമ്പോഴേക്കും ആദ്യം 3 പേര് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു അടുത്ത ആരാ വരുന്നുള്ളത് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആവുന്നു എന്നുള്ളത്. ലാസ്റ്റ് കൊച്ചുണ്ടാപ്രി വരുന്നു. കൊച്ചുണ്ടാപ്രീനെ ഒറ്റയടിക്ക് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ല. അപ്പോഴേക്കും ഏതായിരുന്നു പടം ചോദിച്ചപ്പോൾ കാഴ്ച എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു ഞെട്ടല ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇവിടെ വന്നപ്പോഴാണ് നിങ്ങൾ ഇത്ര ആളുകളാണ് വരുന്നത് നിങ്ങൾക്ക് പോലും മനസ്സിലാവും. റജുലും ഞാനും ക്രൈസ്റ്റിലാണ് പഠിച്ചത്, പക്ഷെ എനിക്ക് അറിയത്തോലില്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് തന്നതിൽ താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളെല്ലാവരെയും കണ്ടതിൽ ഞങ്ങൾക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും സന്തോഷം.